ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ്. നമ്മൾ പേൾ ഖത്തറിലുള്ള സബ് സീറോ ലോഞ്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടേക്കെന്ന് പറഞ്ഞ് പോയതല്ല, നമ്മൾ പേൾ ഖത്തർ ഫുള്ളായിട്ട് കാണാനായിട്ട് പോയപ്പോഴേക്കും ഇതുപോലൊരു സബ് സീറോ കഫേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. സംഭവം അടിപൊളിയായിരുന്നു. നമ്മളൊരു ഒരു ഫ്രീസറിൽ കയറിയ മാതിരി ഒരു ഫീലായിരുന്നു ഈ ഒരു സംഭവത്തിനുള്ളിൽ കയറിയത്. ഇതൊരു മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഈ സബ് സീറോ ലോഞ്ച് അഥവാ സബ് സീറോ കഫേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കഫേൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ശരിക്കും ഇതല്ല, ഇത് നമ്മുടെ ഡ്രസ്സിങ് ഒക്കെ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കോഫി ഓർഡർ ചെയ്യാം. ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്, ക്യാപ്പുച്ചീനോ, ഇഷ്ടമുള്ളത് നമുക്ക് ഓർഡർ ചെയ്യാം. ഞങ്ങൾ ക്യാപ്പുച്ചീനോ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഉള്ളിൽ ഒരു -3°C മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും -degree ടെമ്പറേച്ചർ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഹോട്ട് ഡ്രിങ്ക് നമ്മൾ മസ്റ്റായിട്ടും കുടിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ക്യാപ്പുച്ചീനോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇതൊരു കഫേയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കോഫി ഓർഡർ ചെയ്യണമല്ലോ. അപ്പോൾ അതായത് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ ആണ്. നമുക്കിതുപോലെ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വൂളൻ ക്ലോത്ത്സ് ഒക്കെ തരും. അതുപോലെ തന്നെ നമുക്ക് സോക്സ്, ഗ്ലൗസ്, പിന്നെ ക്യാപ്പ്, എല്ലാ സംഗതികളും തരും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല, അത്രയും ഫ്രീസിങ് ആണ് ഉള്ളിൽ. അപ്പോൾ നമ്മൾ ഇത്രയും ലെയറിങ് ചെയ്തിട്ട് പോലും നമുക്ക് ഉള്ളിലുള്ള ആ ഒരു തണുപ്പ് താങ്ങാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ വിൻ്റർ സീസണിൽ ഇങ്ങോട്ട് വരുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഷൂസ് ഇട്ടിട്ട് വരാൻ നോക്കുക. അതുപോലെ തന്നെ കുറച്ച് വാർമത്ത് തരുന്ന ഡ്രസ്സ് ഇടാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടുന്ന ഒരു നോർമൽ ചെരുപ്പായിരുന്നു. അപ്പം കുഴപ്പമില്ലാന്നേരം അവർ സോക്സ് തന്നതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. അങ്ങനെ ഈ ഗ്ലൗസൊക്കെ ഇട്ട് ഉള്ളിൽ കയറുകയാണ്. അപ്പോൾ ഗ്ലൗസ് ഇടാണ്ട് കയറാനേ നമുക്ക് പറ്റില്ല. കാരണം നമ്മളിപ്പം ഫേസ് കവർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ കൈയാണ് ഏറ്റവും കൂടുതൽ ഫ്രീസ് ആവുന്നത്. നമ്മൾ ഇത്രയും ഗ്ലൗയിങ് ചെയ്തിട്ട് പോലും കൈ ഭയങ്കരമായിട്ട് ഫ്രീസ് ആവുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഫിംഗർ ടിപ്സൊക്കെ ഭയങ്കരമായിട്ട് കോൾഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സബ് സീറോയ്ക്ക് അകത്തുള്ള വ്യൂ വന്നിട്ട് അടിപൊളിയായിരുന്നു. ഫുള്ള് ഐസാണ്, സ്നോ അല്ല, ഫുൾ ഐസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഖത്തറിൽ തന്നെ ഒത്തിരി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അല്ലാതെയുള്ള നമ്മൾ ഐഫിൽ ടവർ, ട്വിൻ ടവർ, അങ്ങനത്തെ ഉള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അങ്ങനെ പല പല സ്കൾപ്ചേഴ്സൊക്കെ ആയിരുന്നു ഈ ഐസ് കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കൂടെ നമ്മളെ കഫേ, അതിന് വേണ്ടിയിട്ടുള്ള ടേബിള്, അതുപോലെ ചെയർ, ഇതെല്ലാം ഐസിലാണ് ഉള്ളത്. അപ്പോൾ അടിപൊളിയായിരുന്നു. ഇവിടെ ഇരുന്ന് നമുക്ക് കോഫിയൊക്കെ കുടിക്കാനായിട്ടും സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾ കയറിയ സമയത്ത് ഒരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അറ്റ് ദ സെയിം ടൈം തന്നെ നമ്മൾ കയറിയ സമയത്ത് ആരോ ബർത്ത്ഡേ ആഘോഷിച്ചിരുന്ന ഒരു ബാനർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കോയിൻസിഡൻസ് പോലെ തന്നെ ഞങ്ങളുടെ കൂടെ വന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു വന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് വേണ്ടി ആരോ ചെയ്തു തന്ന പോലെ ഉണ്ടായിരുന്നു. അതൊരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അത് അടിപൊളിയായിരുന്നു. ഇത് ഞങ്ങൾ നേരത്തെ ഓർഡർ ചെയ്ത ക്യാപ്പുച്ചീനോ ഇല്ലേ, അത് നമുക്ക് അവിടെ തന്നെ കൊണ്ടു തരും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷുഗറൊക്കെ നമ്മൾ തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ആ ഒരു ഫ്രീസിങ് ടെമ്പറേച്ചറിൽ ഈ ഒരു ഹോട്ട് ഡ്രിങ്ക് കുടിക്കുമ്പോൾ കിട്ടുന്നൊരു റിലീഫ് ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. കാരണം നമ്മുടെ കൈയൊക്കെ അത്രയും മരവിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഫിംഗർ ടിപ്സ് വന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് തരിച്ചു പോകും. അത്രയും ലോ ടെമ്പറേച്ചറാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം പുറത്തു പോയി നിന്നിട്ട് ഒന്ന് വാമാക്കിയിട്ട് വരാം. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങി കൈ ഒന്ന് വാമാക്കിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇങ്ങനെ ഓരോരോ നമ്മുടെ ഓരോ ബിൽഡിങ്സിൻ്റെ ഒരു സ്കൾപ്ചറൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ള മോഡലുകളാണ്. ആ കാണുന്നത് നമ്മുടെ പേൾ ഖത്തറാണ് കേട്ടോ. അതിൻ്റെ ഒരു മോഡലാണ് ഐസിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സബ് സീറോ ലോഞ്ചിനുള്ളിൽ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക്
70 റിയാലാണ് കേട്ടോ, 70 റിയാലാണ് ഒരാൾക്ക് വരുന്നത്. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ടോട്ടലി 280 റിയാലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സബ്സീറോ ലോഞ്ചിനകത്തുള്ള നമ്മുടെ ഈ ഒരു ഫ്രീസിങ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുള്ളവർ ഇനി വരുമ്പോൾ ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ.